നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നതായി മുൻ MP TN പ്രതാപൻ. വിജ്ഞാന കേരളം തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. കൂടെ 4.0 ഭിന്നശേഷി കുട്ടികളുടെ പ്രദർശന വിപണനമേള ശ്രദ്ധ നേടി. വാർത്തകൾ വിശദമായി. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുവെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1000-ലധികം ബൂത്തുകളിലായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കുടുംബമടക്കം 6000-ഓളം BJP പ്രവർത്തകർ വ്യാജരേഖകളും അസത്യ പ്രസ്താവനയും ചമച്ച് കള്ളവോട്ടുകൾ ചേർത്തിരുന്നു. ഇതിന്റെ വിവരങ്ങൾക്കായി AICC അംഗം അനിൽ അക്കര വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു. ഇല്ലാത്ത നിയമം പറഞ്ഞ് ഇത് നിരസിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയും BJPക്കാരും തൃശൂരിൽ ചേർത്ത വോട്ടുകൾ വ്യാജരേഖയുടെയും വ്യാജ സത്യവാങ്മൂലത്തിന്റെയും പിൻബലത്തിലാണ്. ഈ രേഖകൾ പുറത്തു വരരുതെന്ന് സുരേഷ് ഗോപിയും BJPയും ആഗ്രഹിക്കുന്നത് പോലെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറും ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ താൽപര്യത്തിന്റെ ഭാഗമായാണ്. ഈ രേഖകൾ തരാതിരിക്കാൻ വിവരാവകാശ നിയമത്തിൽ യാതൊരു വകുപ്പുമില്ല. ഇതിനെതിരെ അപ്പീൽ നൽകും. സുരേഷ് ഗോപിയും BJPക്കാരെയും വ്യാജ വോട്ട് ചേർത്തിയ വിഷയത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ടറൽ ഓഫീസും തടസ്സം നിൽക്കുന്നത് എന്തിനാണ്? ഇത് കള്ളവോട്ടൽ നടപടിയിൽ സർക്കാരിനും പങ്കുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രതാപൻ പറഞ്ഞു. അതേപോലെ രണ്ട് സ്ഥലത്ത് വോട്ടുള്ള ആളുകളുടെ വോട്ടുകളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് വേണ്ടി തൃശൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ മുൻപ് കൊടുത്ത പരാതിയുടെ കൂടി വെളിച്ചത്തിൽ ആവശ്യമായ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിന് വേണ്ടി AICC അംഗമായ മുൻ MLA അനിൽ അക്കര ജില്ലാ കളക്ടർ, ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞ 14-ാം തീയതി രേഖാമൂലം കത്തും നൽകി. ഈ വോട്ട് ചേർക്കുന്നതിന് സമർപ്പിച്ച രേഖകൾ, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് 1259 ബൂത്തിലെയും കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂട്ടിച്ചേർത്ത് ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ് കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടിക. ഇതിന്റെ പകർപ്പ് വേണമെന്ന് കൂടി ആവശ്യപ്പെട്ടിട്ടാണ് അനിലക്കര ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായ ജില്ലാ ഇലക്ഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. എന്നാൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷന്റെ തൃശ്ശൂരിന്റെ പ്രതിനിധി എന്ന് പറയാവുന്ന ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിവരാവകാശ ഓഫീസർ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുറിപ്പ് വിവരാവകാശ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല, ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഭൗതിക സ്വത്താണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിവരാവകാശ നിയമപ്രകാരം ഈ രേഖകൾ കൈമാറാൻ നിയമമുണ്ട്. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ, കള്ള വോട്ടുകൾ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഏത് നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വിവരാവകാശ കമ്മീഷന് വേണ്ടി കളക്ടർ ഇത് നൽകിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്ത് ഒരു കാര്യം ഇതോടെ വ്യക്തമായി. തൃശൂരിൽ ചേർത്ത വോട്ടുകളിൽ ചേർക്കാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത രേഖകൾ വ്യാജവും വ്യാജ പ്രസ്താവനകളും വ്യാജ രേഖകളും നൽകിയാണ് തൃശൂരിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ വോട്ടുകൾ ചേർത്തതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിയമലംഘനം നടത്തിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അറിയാൻ വലിയ താല്പര്യമുണ്ട്.
വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷനായിരുന്നു. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള സംസ്ഥാനം കേരളമാണെന്നും തൊഴിൽ രഹിതരും കേരളത്തിലുണ്ടെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VS പ്രിൻസ് പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മാടക്കത്ര, നടത്തറ, പാണഞ്ചേരി, പുത്തൂർ എന്നീ പഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഉയർച്ചയ്ക്ക എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി സാബു, വിവിധ കമ്പനി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. മേളയിൽ 21ഓളം കമ്പനികൾക്കായി 54 ജോബ് റോളുകൾ, 290ഓളം തൊഴിലവസരങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്തു. 70ഓളം ഉദ്യോഗാർത്ഥികൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു. എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കളുള്ള സംസ്ഥാനമാണ് കേരളം. ഈ അഭ്യസ്തവിദ്യരായ യുവതിയുവാക്കൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവാക്കളും കേരളത്തിൽ. അപ്പോൾ വിവിധ മേഖലകളിൽ അവർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി വിജ്ഞാന കേരളം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധി തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിജ്ഞാന കേരളത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ രവിയേട്ടൻ സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ തൃശ്ശൂർ ജില്ലയുടെ മെഗാ തൊഴിൽ മേളയിൽ ഏതാണ്ട് 5600 പരം ആളുകളാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് അവിടെ എത്തിയത്. എന്നിട്ട് തന്നെ അതിൽ 3000ഓളം ആളുകൾക്ക് തൊഴിൽ വിവിധ തരത്തിലുള്ള മേഖലകളിലേക്ക് അവരെ തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടായി. ഏതാണ്ട് 2000 പരം ആളുകൾ ഓഫർ ലെറ്റർ കിട്ടി. മറ്റു ചില ആളുകൾ ഷോർട്ട് ലിസ്റ്റിൽ വീണ്ടും നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് വിദേശ തൊഴിലുകളടക്കം ലഭ്യമാക്കുന്ന ഏതാണ്ട് 13 കമ്പനികൾ വിദേശത്തു നിന്നടക്കം വിദേശങ്ങളിൽ തൊഴിൽ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിയുണ്ട്. ഗവൺമെൻറ് തന്നെ നേരിട്ട്. അതുകൊണ്ട് നമുക്കൊരു വിശ്വാസ്യതയുടെ പ്രശ്നമില്ല. ആ കമ്പനികളുടെ ഒരു പ്രശ്നം നമ്മൾ അന്ന് മനസ്സിലാക്കിയത് അവിടെ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട കുട്ടികൾക്കുള്ള ചില സ്കില്ലുകളുടെ കുറവുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ തൃശ്ശൂരിൻ്റെ വിജ്ഞാന കൗൺസിൽ നമ്മുടെ ജില്ലയിലെ 86 ഗ്രാമപഞ്ചായത്തുകളും 16 ബ്ലോക്ക് പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും എല്ലാം മുൻകൈയെടുത്ത് ഏതാണ്ട് 10 കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. ശീതൽ രാജയുടെ അധ്യക്ഷതയിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും MLAക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം സ്ത്രീകളോട് മാപ്പ് പറയണം. അതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം MLA പദവിയിലിരിക്കാൻ അർഹനല്ല. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ശ്രീമതി സിനി മനോജ്, RC ബീന, പ്രിയ അനിൽ, വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. പരാതികൾ ഇത്രയധികം ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തതെന്ന് ഒരു ചോദ്യമാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ മീഡിയത്തിന് ഉത്തരം നൽകിയതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി മഹിളാ മോർച്ചയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി എന്തും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മഹിളാ മോർച്ച എന്ന പ്രസ്ഥാനം. അപ്പൊ ഇത്തരത്തിലൊരു പരിപാടി തൃശ്ശൂർ ഈ ഒരു കരുണാകര സ്ക്വയറിൽ വെച്ച് നടത്തുന്നത് തീർച്ചും ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ മുൻപിൽ തന്നെ ഒരു പരിപാടി വെക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മലയെണ്ണാനുകളുടെ വേട്ടയാടി പിടികൂടി പാചകം ചെയ്ത് കഴിക്കുന്നതിനിടെ 2 പേരെ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. മാന്നാമംഗലം വനംവകുപ്പ് പരിധിയിൽ വരുന്ന മയിൽക്കുറ്റി മുക്കിലെ പ്രാണപ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് 2 മലയെണ്ണാനുകളെ എയർഗൺ ഉപയോഗിച്ച് വേട്ടയാടി പിടികൂടി പാചകം ചെയ്ത് കഴിക്കുന്നതിനിടെ 2 പേർ പിടിയിലായത്. സംഭവത്തിൽ മാന്നാമംഗലം സ്വദേശികളായ ഞാറംപിള്ളി വീട്ടിൽ കിരൺ, മച്ചമ്പിള്ളി വീട്ടിൽ സുധീഷ് എന്നിവരാണ് അറസ്റ്റിലായത്.
മാന്നാമംഗലം വനംവകുപ്പ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എസ് രാജേഷ്, ബീറ്റ് ഓഫീസർമാരായ ടി യു രാജ്കുമാർ, വിജേഷ് എം പി, ഫോറസ്റ്റ് വാച്ചർ പി വി അമ്മിണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് നിവാസികളുടെ ആരോഗ്യ സംരക്ഷണം മുന്നിൽ കണ്ട് വ്യായാമത്തിനായി പഞ്ചായത്ത് വക ഗ്രൗണ്ട് നവീകരിക്കുന്ന പണികൾ പുരോഗമിക്കുന്നു. നിലവിലുള്ള മൈതാനം പഞ്ചായത്ത് നടത്തുന്ന കേരളോത്സവം, ഓണം മുതലായ ഉത്സവവേളകളിൽ വിവിധ ഇനം കായിക മത്സരങ്ങൾ നടത്തിയിരുന്നു. മൈതാനത്തിന്റെ നിലവാരം കുറവായത് കായിക പ്രേമികളെ അകറ്റി നിർത്തിയിരുന്നത് ഒഴിവാക്കി നല്ല നിലവാരമുള്ള മൈതാനമാക്കി ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ച് എല്ലാവരെയും വ്യായാമത്തിനും കായിക വിനോദത്തിനും മൈതാനത്തിലേക്ക് ആകർഷിക്കുക എന്ന പഞ്ചായത്തിന്റെ ലക്ഷ്യം ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈതാന നവീകരണത്തെക്കുറിച്ച് രവികുമാർ എന്ന വർക്ക് സൂപ്പർവൈസർ പറയുന്നത് കേൾക്കാം. C2 ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, തൃശ്ശൂരുള്ള കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ സ്റ്റെപ്പ് ഗ്യാലറികളും സൈഡിലെ നെറ്റടിക്കുകയും വർക്കെല്ലാം നല്ലപോലെ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1-2 മാസത്തിനകം എല്ലാം റെഡിയായി തീർന്നതിന് ശേഷം ഇത് പഞ്ചായത്തിന് കൈമാറുന്നതാണ്. ഇപ്പോൾ ലൈറ്റിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ വർക്കൊക്കെ നടക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ നെറ്റിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ നല്ല പുരോഗതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇത് പൊതുജനങ്ങൾ കൈമാറാനായിട്ട് ഇത് പഞ്ചായത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ്. PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച പുന്നംപറമ്പ് മണലിത്തറ റോഡ് ഓഗസ്റ്റ് 24-ന് വാർഡ് മെമ്പർ അശ്വിനി കണ്ണനെ പോലും അറിയിക്കാതെ MP K രാധാകൃഷ്ണനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൽ മെമ്പർ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ശനിയാഴ്ച വൈകിട്ട് പെട്ടെന്നൊരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം പണിത റോഡിന്റെ പിതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന CPMന്റെ ഈ ഉദ്ഘാടന വേളയിൽ BJP ശക്തമായി പ്രതിഷേധിക്കുമെന്നും പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. ഞാനിവിടെ തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. തെക്കിങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ഫ്ലെക്സ് കാണാം. PMGSY പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന പുന്നംപറമ്പ് മണലിത്തറ ചെന്നിക്കര റോഡ്, അതായത് പ്രധാനമന്ത്രിയുടെ സ്കീം പ്രകാരം വന്നിരിക്കുന്ന റോഡ് ഏതാനും വർഷങ്ങളായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ആ റോഡ് പണി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നാളെ രാവിലെ ആദ്യം വെച്ചു, പിന്നെ വൈകിട്ട് 4 മണിക്ക് എന്ന് പറയുന്നത് കേട്ടു. അത് ഇന്നിപ്പോൾ പറയുന്നത് കേട്ടതാണ്. ഇപ്പോൾ ഉടനെ ഒരു ഫ്ലെക്സും വന്നിട്ടിവിടെ. ഇതൊന്ന് മനസ്സിലാവുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാരോ ഈ നാട്ടുകാരോ ആരും അറിയാതെ പാർട്ടിക്കാർ മാത്രം കുറച്ച് ഫ്ലെക്സ് അവിടെ ഇവിടെ അടിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എംബ്ലവും വെച്ചുകൊണ്ട് വഴി നീളെ ഫ്ലെക്സ് വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആരും അറിയണ്ട ഈ നാട്ടിൽ. പ്രധാനമന്ത്രി എന്ന പേര് പ്രധാനമന്ത്രിയുടെ പേര് ആർക്കും വായിക്കാൻ സാധിക്കാത്ത രീതിയിൽ മോദിയോടുള്ള അലർജി ആയിരിക്കും എനിക്ക് തോന്നുന്നു. മോദിയുടെ പേരോട് വെച്ചിട്ടില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വെച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കലും വെക്കില്ല. പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. ഇവർക്ക് എന്തുകൊണ്ടും അത് വലിയൊരു അലർജിയാണ് ഈ നാട്ടിൽ. ഈ നാട്ടിൽ പറഞ്ഞാൽ ഇതുപോലുള്ള രാഷ്ട്രീയക്കാർക്ക് ഇത് വലിയൊരു അലർജിയായി മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി പേര് കേൾക്കുമ്പോൾ ആരും അറിയാത്ത രീതിയിൽ സൂത്രത്തിൽ പേര് ഒപ്പിച്ചുകൊണ്ട് ഈ നടപടി ഉണ്ടായാൽ ഇത് ശക്തമായ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും നാളെ പ്രതിഷേധമുണ്ടാകും. ഞങ്ങൾ ആ സ്റ്റേജിന്റെ മുന്നിലുണ്ടായിരിക്കും. കാരണം ഇത് ജനങ്ങൾ അറിയണം. ഇത് ജനങ്ങളുടെ ഫണ്ടാണ്. ഇത് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന റോഡാണ്. ആരും അറിയാതെ രഹസ്യമായിട്ട് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് 10 വോട്ട് കിട്ടാൻ വല്ല സൂത്രം ഉണ്ടോ നോക്കാൻ വേണ്ടി ഞങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഏത് പട്ടി പ്രസവിച്ചാലും അത് ഞങ്ങളാണ് എൻ്റെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന രാഷ്ട്രീയ നാടകത്തിനെതിരെ നാളെ അതിശക്തമായ പ്രതിഷേധമുണ്ടായിരിക്കും. ഇത് അനുവദിക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് ജീവനക്കാർ അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് മെമ്പർമാർ പലരും ഭൂരിപക്ഷം പേരും പറഞ്ഞിട്ടില്ല, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുത്തിട്ടില്ല. ഈ നടപടിക്കെതിരെ അതിശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ്. മാടക്കത്ര പഞ്ചായത്തിലെ 2025 കർഷക അവാർഡിന് മുതിർന്ന കർഷകൻ ശേഖരൻ പട്ടിയാമ്പുള്ളിയെയും മികച്ച വാഴ കർഷകയായ പത്മാവതി പങ്ങാപ്പറമ്പിലിനെയും വാർഡ് മെമ്പർ മിഥുൻ തീയത്തുപറമ്പിലിന്റെ നേതൃത്വത്തിൽ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ആദരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാർട്ടിൻ നാദ്, ബ്രാഞ്ച് സെക്രട്ടറി രാജൻ, പാർട്ടി അംഗങ്ങളായ രമേശ്, കൃഷ്ണൻ എന്നിവരും പൗരപ്രമുഖരായ അശോകൻ ആറ്റശ്ശേരി, KK വിജയൻ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ ഈ ചടങ്ങുകളുടെ നമ്മുടെ YF-ന്റെ ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയും, അതേപോലെ നമ്മുടെ പ്രമുഖരായിട്ടുള്ള KK വിജയേട്ടൻ, നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി രാജേട്ടൻ, സെക്രട്ടറി മാർട്ടിൻ, കൃഷ്ണേട്ടൻ, രമേശ്, അതുപോലെ ശേഖരേട്ടൻ ഉൾപ്പെടെയുള്ള ജയേട്ടൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങളാണ്. ഇത് നമ്മളുടെ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിൽ മുതിർന്ന കർഷകനെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്കുള്ള അർഹത കിട്ടുമ്പോഴാണ് ശരിക്കും. അപ്പം ഞാൻ സ്മിത മരുമകളായിട്ട് സംസാരിച്ചപ്പോൾ
അച്ഛൻ 2 വർഷമായിട്ട് കൃഷി വിചാരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആൾക്ക് ഇത്തിരി പ്രചോദനം വന്നു. അതോട് ചെയ്യാനുള്ളൊരു ആഗ്രഹം ഇത്തിരി വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും നമ്മളോട് ചെയ്തൊരു കാര്യത്തിന് ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ഉത്സാഹം ഉണ്ടാവുക. അപ്പോൾ ഈ അർഹതമായിട്ടുള്ള ഈ അവാർഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ കാര്യങ്ങൾ അവാർഡിൽ മാറാനായിട്ട് നമ്മുടെ വൈകിട്ടിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രസാദിനെ സംസാരിക്കുന്നത് വലിയ നിൽക്കുന്നില്ല. നമ്മുടെ ശ്രീരേട്ടൻ ഇപ്പോൾ ഇവിടെ വിജയേട്ടൻ പറഞ്ഞതാണ്, ശേഖരേട്ടൻ പറഞ്ഞത്, വിജയേട്ടൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ സംസാരിക്കുന്നത് സൂചിച്ചതുപോലെ ഇത് വളരെ വർഷമായിട്ട് കൃഷി ആണ് നമ്മൾ പ്രധാനമായിട്ട് നടത്തുന്നത്. അപ്പോൾ ഒരു കൃഷി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് യുവാക്കൾ കൃഷിയിലേക്കൊന്നും കടന്നു വരാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ യുവാക്കൾക്കൊക്കെ പ്രചോദനമായ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കൃഷി മാറിയിട്ടുള്ളത്. കുറച്ചുകൂടി മുമ്പ് അംഗീകാരം വന്നതായിരുന്നു എന്നാണ് ഇവിടെ മിഥുനൊക്കെ അങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവിധ നല്ല സന്തോഷം കേട്ടോ. കുറെ നാളുകളെ കൃഷി ചെയ്തിട്ട് സുഖമായിട്ടിരിക്കട്ടെ, അസുഖമൊന്നും ഇല്ലാണ്ട്. കൂടെ 4.0 ഭിന്നശേഷി കുട്ടികളുടെ പ്രദർശന വിപണനമേള ശ്രദ്ധ നേടി. അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ പ്രദർശന വിപണനമേളയിൽ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ശ്രദ്ധേയമായി. ബഡ് സ്കൂളുകളിലും മറ്റ് സ്പെഷ്യൽ സ്കൂളുകളിലുമായി പഠിക്കുന്ന കുട്ടികൾ ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, സോപ്പ്, ഫിനോയിൽ, ബാഗുകൾ, അച്ചാർ, വിവിധതരം ഭക്ഷണ വസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ പുറത്തുകൊണ്ടുവരാനും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടാണ് മേള സംഘടിപ്പിച്ചത്. സമാപന ദിവസം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മേള സന്ദർശിച്ച് കുട്ടികളുടെ നിർമ്മാണങ്ങൾ കാണുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കുട്ടികൾ സ്നേഹ സമ്മാനങ്ങൾ നൽകി നന്ദി അറിയിച്ചു. പെരിങ്ങണ്ടൂർ പോപ്പോൾ മേരി ഹോമിലെ വിദ്യാർത്ഥികൾ ചെണ്ടമേളത്തോടെ കളക്ടറെ സ്വീകരിച്ചു. വിപണനവേദി എന്നതിലുപരി ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആഘോഷമായി മേള മാറി. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജവഹർ ബാലഭവനിൽ ഓണത്തോടനുബന്ധിച്ച് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ഓഗസ്റ്റ് 30-ന് ജില്ലാതല പൂക്കള മത്സരവും നാടൻപാട്ട് മത്സരവും നടത്തുന്നു. ക്ലബിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. പൂക്കള മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകും. ഓഗസ്റ്റ് 28 വരെ രജിസ്ട്രേഷൻ നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് 9895553109. വരന്തരപ്പള്ളി കൺവെൻഷൻ സെന്റർ പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 4 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്ററിന്റെ പദ്ധതി രേഖ പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. പഞ്ചായത്ത് വിഹിതത്തിൽ നിന്ന് 2 കോടി രൂപ ചേർത്ത് ആകെ 4 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TG അശോകൻ, സ്ഥിരം സമിതി അംഗങ്ങളായ EK സദാശിവൻ, റോസ്ലി തോമസ്, ബിന്ദു ബഷീർ, അഷ്റഫ് ചാലിയത്തൊടി, പഞ്ചായത്ത് സെക്രട്ടറി P ഷെജി തോമസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മദ്യപാനികളുടെ അഹങ്കാരം. പാടശേഖരം മുഴുവൻ മദ്യക്കുപ്പികൾ. ട്രാക്ടർ അടിക്കാൻ കഴിയാതെ ദുരിതത്തിലായി കർഷകർ. തെക്കുംകര പഞ്ചായത്തിലെ മണലിത്ര വിരുപ്പാക്ക റോഡരികിലെ പാടശേഖരത്തിൽ മദ്യപാനികളുടെ വിളയാട്ടം. റോഡരികിലിരുന്ന് മദ്യപിച്ച് കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പാടശേഖരത്തിലേക്ക് വലിച്ചെറിയുന്നു. മണലിത്ര സ്വദേശി ബോബന്റെ 1 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും നാട്ടുകാരും ചേർന്ന് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പെറുക്കിയെടുത്തു. ഈ പ്രദേശത്തേക്ക് പോലീസിന്റെ വരവ് കുറവായതിനാലാണ് ഇവിടെ മദ്യപാനികൾ രാത്രി സമയങ്ങളിൽ താണ്ഡവമാടുന്നത്. കൃഷി ഇറക്കാൻ ട്രാക്ടർ പാടശേഖരത്തേക്ക് ഇറക്കിയതോടെ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കണ്ടെത്തി. ഇനിയും ചില്ലുകുപ്പികൾ പൊട്ടിക്കിടക്കുന്നുണ്ടെന്നും നെൽച്ചെടികൾ നടാനിറങ്ങുന്ന തൊഴിലാളികളുടെ കാലിൽ കുപ്പിച്ചില്ല് കയറുമോ എന്ന ആശങ്കയിലാണ് നെൽകർഷകർ. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 29ാമത് ഗുരുദർശന പുരസ്കാരം TS ശ്യാംകുമാറിന്റെ മൈത്രിയുടെ പൊരുൾ സനാതനധർമ്മത്തിന്റെ വിമർശന പാഠങ്ങൾ എന്ന കൃതിക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 7-ന് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 9 മണിക്ക് മേത്തല ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക ഹാളിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കും. മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ CR ആദർശ്, M ബിജുകുമാർ, KR അമ്പിളികുമാർ, NN പ്രദീപ് എന്നിവർ പങ്കെടുത്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പൊതുമരാമത്ത് ജലസേചന വകുപ്പിലെ B ഗ്രേഡ് ഓവർസിയർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ജൂലൈ 23-ന് നടത്താൻ നിശ്ചയിച്ച പരീക്ഷകൾ ഓഗസ്റ്റ് 25-ന് രാവിലെ 7:15 മുതൽ 9:15 വരെയാണ്. അഡ്മിഷൻ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാണ്. www.keralapsc.gov.in. ഉദ്യോഗാർത്ഥികൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് പുതിയ അഡ്മിഷൻ ടിക്കറ്റുകൾ വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മാറ്റമില്ല. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്,
സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വാർത്തകൾ തുടരുന്നു. യുവതിയെ കയ്യിൽ കയറി പിടിച്ച് മാനഹാനി വരുത്തിയ കേസിൽ പ്രതി റിമാൻഡിൽ. കല്ലൂർ മതിക്കുന്ന സ്വദേശി അറക്കൽ വീട്ടിൽ സലീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ പ്രദീപ്, ജെനിൻ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി റിമാൻഡിലായി. പാലക്കൽ പാലിശ്ശേരി സ്വദേശി കോലോത്തുവളപ്പിൽ വീട്ടിൽ ശ്രീഹരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ഇൻസ്പെക്ടർ സുബിന്ദ്, ASI ഷാജി, SCPOമാരായ സിൻഡി, ശരത് കുമാർ, സുധിൻ, ഷിബിൻ, വിപിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. കാരയിൽ വീട്ടിൽ രമേശ് ബാബുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് ചാലക്കുടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൈവശം 7430 രൂപ പോലീസ് പിടിച്ചെടുത്തു. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. മതിലകം പോലീസ് സ്റ്റേഷൻ SHO ഷാജി, SI അശ്വിൻ റോയ്, പ്രദീപൻ, CPOമാരായ പ്രബീൻ, സതീഷ്, സനീഷ് എന്നിവരാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി റിമാൻഡിലായി. കൊരേച്ചാൽ സ്വദേശി കൈക്കുളങ്ങര വീട്ടിൽ സുഹാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാർ, ഡ്രൈവർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിബീഷ്, ഹോംഗാർഡ് ഷാജി എന്നിവരാണ് അറസ്റ്റ് ചെയ്യുന്ന സംഘത്തിലുണ്ടായത്. യുവാവിനെ ഹെൽമറ്റ് കൊണ്ടടിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി കൈമപ്പറമ്പിൽ വീട്ടിൽ വിഷ്ണുവിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ, സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ്, ജൂനിയർ SI സഹദ്, CPOമാരായ സുജിത്, സിജു, ഉമേഷ്, ഹബീബ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. ഓപ്പറേഷൻ കാപ്പവേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടകളായ ചിപ്പൻ ഫഹദ്, ഫൈസൽ, അഖിൽ, രാഹുൽ എന്നിവർക്കെതിരെ കാപ്പ ചുമത്തി. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ അരുൺ BK, വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, മതിലകം സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി തുടങ്ങിയവരാണ് കാപ്പ ചുമത്തുന്നതിലും പ്രധാന പങ്കുവഹിച്ചത്. ഓപ്പറേഷൻ കാപ്പ നിയമപ്രകാരം ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സുരേഷ് ഗോപിയുടെ വോട്ട് ചേർക്കൽ രേഖകൾ ലഭ്യമാകാതിരിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നതായി മുൻ MP TN പ്രതാപൻ. വിജ്ഞാന കേരളം തൃശൂർ പദ്ധതിയുടെ ഭാഗമായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. കൂടെ 4.0 ഭിന്നശേഷി കുട്ടികളുടെ പ്രദർശന വിപണനമേള ശ്രദ്ധ നേടി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.